ഫുള്ള് ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ 71 ക്യാമറയിലോട് നിർത്താണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം പോയിട്ട് സുധിയേട്ടനെ ഞാൻ ഈ സാധനങ്ങളാണ് മൊത്തം കൊടുത്തത്. 71 ക്യാമറ മാറി മാറി കിച്ചോട്ടനൊന്ന്, പിന്നെ ഋതപ്പനൊന്ന്. ഈ സാധനം ഇവര് ഡെയിലി ഒരാള് മാത്രം ഒരു കാര്യത്തിലും ഇടപെടാണ്ട് നിൽക്കുന്നു. ഫുൾ റെസ്റ്റ്. പിന്നെ ഈ കട്ടുമ്പോ കിടന്നിട്ട് ഈ രാത്രി നേരെ ചൊവ്വ ഒന്ന് വൃത്തിക്ക് നടന്നുകൂടെ? കുളിച്ച് അടിച്ചു നനച്ചൊന്ന് കുളിച്ചുകൂടെ? അയ്യോ, ആ കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്ന കേൾക്കുന്ന ഏതു നേരം തലയും ചൊറിഞ്ഞു മാന്തി നടക്കാണ്. പിന്നെ ഓരോരോ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് സുധിച്ചേട്ടന്റെ പേര് പറയുന്നു, കിച്ചുവിന്റെ പേര് പറയുന്നു, മക്കളുടെ പേര് പറയുന്നു. എന്നിട്ട് രേണുസുധി പറയുന്നത് കുറെ അധികം വിധവകളെ എന്താ പറയാ, വിധവകൾക്ക് വേണ്ടിയിട്ട്, അമ്മമാർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗടി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു മരവാഴേനെ എന്തിനാണ് ഇനി അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് പറ്റുന്ന പരിപാടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറെ ഡാൻസ് കളിക്കുക, റീൽസ് ചെയ്യുക, ആൽബം ചെയ്യുക, അത് മാത്രമേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അവർക്ക് ഈ റിയാലിറ്റി ഷോയോ അല്ല ബിഗ് ബോസ് ഒന്നും അവർക്ക് പറ്റത്തില്ല. ബിഗ് ബോസിനും ഏഷ്യാനെറ്റിന് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് പറ്റിയിരിക്കുന്നത് രേണുസുധി എന്ന് പറയുന്ന ഒരു പാഴ് കണ്ടസ്റ്റന്റിനെ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. സത്യം പറഞ്ഞാൽ ഇത്ര സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമല്ലേ, അപ്പൊ പുള്ളിക്കാരിയെ ബിഗ് ബോസിൽ കൊണ്ടുവരുമ്പോൾ എന്തോ വലിയ മല മറിക്കുന്ന ഈ ബിഗ് ബോസും ഏഷ്യാനെറ്റൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു മണ്ണാങ്കട്ടയില്ല പുള്ളിക്കാരിക്ക്, ഒരു തേങ്ങയും അറിയത്തില്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, നല്ല വൃത്തിമനയോ അതും ഇല്ല. തലയും കുളിക്കൂല, തലയും മാന്തിയും ചൊറിഞ്ഞ് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കും. അയ്യോ വയ്യേ, വീട്ടിൽ പോണം. സുധിച്ചേട്ടൻ, കിച്ചു, ഋതപ്പൻ, ഈ ഒരു സംഭവം തന്നെ. അല്ലാതെ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ രേണുസുധി അതിലൊന്നും ഇടപെടാതെ ഒരു സേഫ് ആയിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോകാന്നാ വിചാരിച്ചേക്കുന്നത്. പിന്നെ പുള്ളിക്ക് അറിയാം പെട്ടെന്ന് എവിക്റ്റ് ആവില്ല, പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, PR ടീമുകളും രേണു ആർമിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് വരെ നാണക്കേടായി. അതായത് ഈ PR ടീമിനാണെങ്കിൽ പോലും രേണു ബിഗ് ബോസിനകത്ത് എന്തെങ്കിലും കാണിച്ചാലേ അവർക്കാണെങ്കിലും രേണുവിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് രേണു ഒരു തേങ്ങയും അവിടെ കാണിക്കുന്നില്ല. അവിടെ ഇവിടെ ഏതെങ്കിലും കസേരയിൽ മാറിയിരിക്കും, സമയത്ത് ആഹാരം കഴിക്കും, ഒന്നിലും ഇടപെടാതെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ സേഫ് ആയിട്ട് പുള്ളിയുടെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുറെ ക്യാമറകളുടെ മുന്നിൽ പോയി ഒന്ന് കരഞ്ഞു കാണിക്കുക, സുധിച്ചേട്ടന്റെ പേര് പറയുക, ഇതാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പൊ അവരുടെ വിചാരം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന പോലെ ബിഗ് ബോസിലും പോയിട്ട് കുറച്ച് ഷോ കാണിക്കാമെന്നാ വിചാരിച്ചത്. പക്ഷെ ബിഗ് ബോസിൽ അവരെ കൊണ്ട് ഒരു തേങ്ങയും നടക്കത്തില്ല. കാരണം അവിടെ കളിക്കണമെങ്കിൽ മൈൻഡ് ഗെയിം, ടാസ്ക് ആയിക്കോട്ടെ, എല്ലാത്തിലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. രേണുവിനെ കൊണ്ട് അതിന് പറ്റത്തില്ല. രേണുവിന് വയ്യ. രേണുവിന് 2 കൈ ഉള്ളത് തല ചൊറിയാൻ തന്നെ തികയുന്നില്ല. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് മറ്റ് കണ്ടസ്റ്റൻസിന്റെ തലയിലേക്കും കൂടെ പേൻ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ വളരെ മോശം രേണുസുധിയുടെ ബിഗ് ബോസിലെ പെർഫോമൻസ്, വളരെ 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 മോശം എന്ന് വേണം പറയാനായിട്ട്. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ വന്നു. അതാണ് രേണുസുധി. എന്ത് പറയാനാണ്? നേരത്തും കാലത്തും നന്നായിട്ട് കുളിച്ചുകൂടെ? സോഷ്യൽ മീഡിയയിലെ വിറപ്പിച്ച താരമായിരുന്നു രേണുസുധി. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ ചെന്നപ്പോൾ ആളുടെ പൊടി പോലും കാണാനില്ല. ഇപ്പൊ എന്തായാലും ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് രേണുസുധിയെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയെ എടുത്തവര് കളിയാക്കി വിട്ടു എന്ന് വേണം പറയാനായിട്ട്. ഇത് രേണുസുധി അവരുടെ ഫാൻസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കാരണം രേണുസുധി ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ഒരു മണ്ണാങ്കട്ടയും ചെയ്യുന്നില്ല. അവിടെ 72 ക്യാമറകളുണ്ട്. അതിൽ ഓരോന്നിന്റെയും ഫ്രണ്ടിൽ പോയിട്ട് എന്റെ സുധിച്ചേട്ടാ, എന്റെ കിച്ചു, എന്റെ ഋതപ്പ എന്ന് വിളിച്ച് കരച്ചിൽ നാടകം നടത്തുന്നു എന്നതല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, പെട്ടെന്നൊന്നും ബിഗ് ബോസ് രേണുസുധിയെ എവിക്റ്റ് ആക്കത്തില്ല. പക്ഷെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം രേണുസുധി അവിടെ നിൽക്കില്ല. കാരണം അവിടെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരത്തിന് ബിഗ് ബോസിൽ കൊണ്ടുവന്നു. പക്ഷെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. പുള്ളിക്കാരി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു, സമയാസമയം ആഹാരം കഴിക്കുന്നു എന്നതല്ലാതെ ഒരു കണ്ടന്റ് പോലും കൊടുക്കുന്നില്ല.